നമസ്കാരം. പൂജവെപ്പ് എങ്ങനെ നടത്തണം, അതിനായി എന്തെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്? നവരാത്രി 9 രാത്രികൾ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ശക്തിയുടെ 9 രൂപങ്ങളെയാണ് വിശ്വാസികൾ ആരാധിക്കുന്നത്. നവരാത്രി ദിവസങ്ങളിലെ ആദ്യത്തെ 3 ദിവസം ദേവിയെ പാർവതിയായും, അടുത്ത 3 ദിവസം ലക്ഷ്മിയായും, അവസാനത്തെ 3 ദിവസം സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. യഥാർത്ഥത്തിൽ 5 നവരാത്രികൾ ഉണ്ടെങ്കിലും 3 എണ്ണം മാത്രമേ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നുള്ളൂ. നവരാത്രിയോടനുബന്ധിച്ചാണ് പൂജവെപ്പ് നടത്തുക. എങ്ങനെയാണ് പൂജവെപ്പ് നടത്തുകയെന്ന് നോക്കാം. പൂജ വയ്ക്കുന്നവർ 9 ദിവസമെങ്കിലും വ്രതശുദ്ധി പാലിക്കേണ്ടതാണ്. പൂജവെപ്പ് അവരവരുടെ വീട്ടിലോ ക്ഷേത്രങ്ങളിലോ ആണ് നടത്തുക. പൊതുവെ എല്ലാവരും ക്ഷേത്രങ്ങളിലാണ് പൂജയ്ക്ക് വയ്ക്കാറുള്ളത്. കുട്ടികൾ അവരവരുടെ പാഠപുസ്തകങ്ങൾ, പേന, പെൻസിൽ എന്നിങ്ങനെയുള്ള പഠനോപകരണങ്ങൾ പൂജയ്ക്ക് വയ്ക്കണം. മറ്റുള്ളവർ കർമ്മസംബന്ധമായ ബന്ധപ്പെട്ട അവരുടെ വസ്തുക്കൾ, ഭഗവത്ഗീത, ഭാഗവതം, മഹാഭാരതം, രാമായണം തുടങ്ങിയ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ എന്നിവയും പൂജയ്ക്ക് വയ്ക്കണം. വീട്ടിലാണെങ്കിൽ പൂജാമുറി ശുദ്ധി വരുത്തേണ്ടതാണ്. ഇതിനായി ആദ്യം പഴകിയ വസ്തുക്കൾ, കരിന്തിരി, ചന്ദനത്തിരി, പൊടി എന്നിങ്ങനെയുള്ള അവശിഷ്ടങ്ങളെല്ലാം മാറ്റി വൃത്തിയാക്കണം. ശുദ്ധജലം കൊണ്ട് പൂജാമുറിയിലെ ഫോട്ടോകളും മറ്റും തുടച്ച് വൃത്തിയാക്കണം. ഗണപതി, സരസ്വതി, മഹാലക്ഷ്മി തുടങ്ങിയ ദേവതകളുടെ ഫോട്ടോ തറയിൽ ഒരു പീഠം വെച്ച് അതിലോ അല്ലെങ്കിൽ ശുദ്ധിയുള്ള മറ്റ് എന്തിലെങ്കിലുമോ വയ്ക്കുക. ഒരു കാരണവശാലും ഇവ വെറും തറയിൽ വയ്ക്കരുത്. ഒരു നിലവിളക്ക് 5 തിരിയിട്ട് വേണം കത്തിക്കാൻ. ചന്ദനത്തിരി തുടങ്ങിയവയും ഫോട്ടോ വയ്ക്കുമ്പോൾ നടുവിൽ സരസ്വതി, വലതുഭാഗത്ത് ഗണപതി, ഇടതുഭാഗത്ത് മഹാലക്ഷ്മി എന്നിങ്ങനെയായിരിക്കണം വയ്ക്കേണ്ടത്. ഈ 3 മൂർത്തികൾക്കും മാലയും മറ്റു പുഷ്പങ്ങളും ചാർത്തണം. തുടർന്ന് പുതിയ ബെഡ്ഷീറ്റോ പായയോ പേപ്പറോ വെച്ച് അതിൽ പൂജയ്ക്ക് വയ്ക്കാനുള്ളതെല്ലാം വയ്ക്കണം. ഒരു കിണ്ടി ശുദ്ധജലം നിറച്ച് വലതു കൈകൊണ്ട് അടച്ചു പിടിക്കുക. അതിനു മുകളിൽ ഇടതു കൈവച്ച് ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം കുരു എന്ന മന്ത്രം ചൊല്ലി തീർത്ഥമായി സങ്കല്പിച്ച് ഒരു തുളസിയില കൊണ്ട് പുസ്തകത്തിലും മറ്റും തെളിച്ച് ശുദ്ധി വരുത്തുക. നിവേദ്യം അർപ്പിച്ച് പൂജ ചെയ്ത് കർപ്പൂരം കാണിക്കണം. അടുത്ത ദിവസം രാവിലെയും വൈകിട്ടും ഇതുപോലെ പൂജ ചെയ്ത് ആരതി ഒഴിയണം. വിജയദശമി ദിവസം മാല പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കണം. വലതുവശത്തും ഇടതുവശത്തും കരിമ്പ് വയ്ക്കണം. തുടർന്ന് പായസം, പയർ, അവിൽ, മലർ, ശർക്കര, പഴം, മറ്റു ഇഷ്ടമുള്ള നിവേദ്യങ്ങൾ എന്നിവയും അർപ്പിക്കുക. തുടർന്ന് സരസ്വതി മന്ത്രങ്ങൾ ചൊല്ലുകയും ശ്രീ ലളിത അഷ്ടോത്തര നാമാവലി കൊണ്ട് പുഷ്പാർച്ചന നടത്തുകയും ചെയ്യണം. അതിനുശേഷം കർപ്പൂരം ആരതി കാണിച്ച് പൂജയ്ക്ക് വെച്ചതെല്ലാം എടുക്കുക. തുടർന്ന് അരിയിൽ ഹരീശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുവോ നമ എന്ന് വലത് ചൂണ്ടാണി വിരൽ കൊണ്ട് എഴുതുക. മനസ്സിൽ ഗണപതിയെയും വിദ്യാദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് പഠിക്കാനുള്ള പുസ്തകങ്ങൾ ഏതെങ്കിലും ഒന്നെടുത്ത് വായിച്ച് ബുദ്ധിയും ശക്തിക്കുമായി പ്രാർത്ഥിച്ച് നമസ്കരിക്കുക. എല്ലാവർക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.